Hello guys, welcome back to our YouTube channel. Why with us? ഗൈസ്, ഇന്നാണ് നമ്മുടെ കോളേജിൽ മലയാളി മംഗ കോണ്ടസ്റ്റ് നടക്കുന്നത്. ഞാനും സാന്ദ്ര രാവിലെ 6:30 കാണ്ട് ഇവിടെ ബസ് കയറാനായിട്ട് വന്ന് നിൽക്കുക. നമ്മുടെ മേക്കപ്പും അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലും സെറ്റ് ചെയ്യുന്നതും ഒക്കെ കൊല്ലം ലേ ബ്യൂട്ടിയിലാണ്. അപ്പൊ അങ്ങോട്ട് പോവാണ് നമ്മൾ ആദ്യമേ. അങ്ങനെ നമ്മൾ ലേ ബ്യൂട്ടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഇനി അകത്തോട്ട് കയറട്ടെ. ചക്കിക്ക് ഉറക്കം വരുന്നു ഗൈസ്. ചക്കിയുടെ കല്യാണമാണ്. എല്ലാരും വന്നു തുടങ്ങി. ചക്കി ഇരിക്കുന്നൊക്കെ ചക്കിയുടെ കല്യാണമാണ് ഗൈസ്. ഇയാള് ലെങ്സ് ഒക്കെ വെച്ചിട്ട് എവിടെ പോന്നു? ഞാൻ കല്യാണത്തിന് പോന്നു. നീ കൊള്ളാലോടി, സാരി കൊടുത്തിട്ട് നിക്കുന്നുണ്ടല്ലേ. മൈലാഞ്ചി കിട്ടെടുക്കുന്നു. മൈലാഞ്ചി എല്ലാം പോയി ഗൈസ്. എല്ലാം പോയി. എനിക്ക് മനസ്സിലായത് പോലും ഇല്ല. പിന്നെയാണ് ഒന്നോട് നല്ലോണം നോക്കിയപ്പോ ഞാനില്ലായിരുന്നു. എന്താണ് ഓ സാന്ദ്ര ജപ്പാനീസ് കരി. പിന്നെ മുടി പാറിപ്പറന്ന് നടക്കുന്നത്. വ്ലോഗുണ്ടോ? നമുക്ക് വ്ലോഗുണ്ട്. മേഘിനെ കണ്ടോ നിങ്ങൾ? മേഘ സുന്ദരിയായില്ലേ? ബ്യൂട്ടി വിത്ത് ബ്രെയിൻ ഇനി പ്രോഗ്രാമിനെ വിലയെടുക്കും. താനിത് സാന്ദ്ര തന്നെ വേറൊരു മുഖം. മറ്റേ രാവിലെ ഭഗവതി കല്ലിയങ്കാട്ട് നീലി. ഇത് കരയുന്ന തുമ്മ വരുന്നോ? കരയല്ലേ? സ്റ്റേജിൽ കയറി ബബ്ബ പറയുന്നുണ്ടോ? ഇൻട്രൊഡക്ഷൻ പഠിച്ചാ? കുറച്ചൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ ചെന്നു ബാക്കിയപ്പോ ആരും പഠിക്കും. നീ പഠിച്ചോ? ഞാൻ അന്ന് പറഞ്ഞ ആ സെയിം സാധനം തന്നെ, ഒരു മാറ്റമില്ല. നിങ്ങളുടെ സാന്ദ്ര എന്നെ പുറത്താക്കി ഗൈസ്. ഇവളെ എടുത്ത് കളയണം. വിഷയമാ. ഞാൻ നിന്റെ ചുട്ടുമണി എന്നൊക്കെ വിളിച്ചല്ലേടി. ചുട്ടുമണി നിനക്ക് ഈ സാധനം വേണം, നമുക്ക് ഇവിടെ നിന്ന് വരാം. ഹലോ ഗായ്സ്, ഓ സാന്ദ്രക സുന്ദരിയായിട്ടുണ്ട്. പക്ഷെ
പാടി വരുന്നതാണ്. നമ്മൾ മൂന്നിൽ ആരെങ്കിലും ജയിക്കുമോ? വരുവാണെങ്കിലും ഞാൻ പറയാം മേഘ വരുമായിരിക്കും എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മൾ ട്രൈ ചെയ്യും, പക്ഷേ നമ്മൾ
എന്താണ് പറയാനുള്ളത്? ഒന്നും പറയില്ല, ഭയങ്കര തല ആ 10 പേര് കൂട്ടത്തിൽ വരുമോ? മിക്കവാറും ഇല്ല. ഞാനും വരുന്നില്ല. നീ വരുമോ 10 പേരുടെ കൂട്ടത്തിൽ? അറിയുന്നില്ല. ഒരു ഓർഡറിലൊന്നുമല്ല, റാൻഡമായിട്ട് ആ 12 നമ്പർ വിളിക്കുകയാണ് കേട്ടോ. നമ്പർ 13. നമ്പർ കൂടെ നമ്പർ 3. നന്ദന Test number 21. Test number 4. അത് അവിടെ നൈഡ. Test number 22. Test number 32. Test number 7. Test number 26. Test number 9. Test number 8. ഞാൻ അറിഞ്ഞില്ല എനിക്ക് എന്ത് കാര്യം കിട്ടും. നമ്പർ വൈസ് ഓർഡർ പറയാം, എല്ലാവരും വിളിച്ചു നോക്കാം. നമ്പർ 3, നമ്പർ 4, നമ്പർ 6, നമ്പർ 7, നമ്പർ 8, നമ്പർ 9, നമ്പർ 30, നമ്പർ 21, നമ്പർ 22, നമ്പർ 24, നമ്പർ 26 and നമ്പർ 32. നമസ്കാരം. കേരളത്തില് വിവാഹമോചന നിരക്ക് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മുടെ പഠനങ്ങളും മാധ്യമങ്ങളും ഒക്കെ പറയുന്നത്. അപ്പോ നമ്മുടെ വിവാഹ സങ്കല്പത്തിലും വിവാഹ സമ്പ്രദായങ്ങളിലും ഒക്കെ മാറ്റം വരേണ്ടതുണ്ടോ? കാലോചിതമായ മാറ്റം വരേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്? നന്ദി മാം ഈ ചോദ്യം ചോദിച്ചതില്. ഇതെനിക്ക് യോജികമായ ഉത്തരമുള്ളത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സ്ത്രീധനം അത് തന്നെയാണ് ഏറ്റവും ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്. സ്ത്രീധനം തന്നെയാണ് മാറ്റുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ കല്യാണം കഴിക്കുന്നത് നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം, ഇഷ്ടം, അതുകൊണ്ടാണ് കല്യാണം കഴിക്കുന്നത്. അല്ലാതെ ഒരാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മേടിച്ചാലേ കല്യാണം കഴിക്കാൻ സാധിക്കൂ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ കല്യാണം കഴിക്കുന്നത്. നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ കല്യാണത്തിന് യോജിക്കാവൂ. അപ്പം സ്ത്രീധനം തന്നെ മാറ്റിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് നമുക്ക് സ്ത്രീധനം തന്നെയാണ് നമുക്കിതിൽ മാറ്റേണ്ടത്. ഐശ്വര്യ പത്മകുമാർ. ഹലോ, ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണല്ലോ. അപ്പം എന്താണ് തോന്നുന്നത്, ഒരു വോയിസ്, ഒരു ശബ്ദമില്ലാത്ത ആൾക്കാർക്ക് ശബ്ദം നൽകുന്ന ഒരു മീഡിയമാണോ സോഷ്യൽ മീഡിയ, അതോ ഒരു ടൈം പാസ് മാത്രമാണോ സോഷ്യൽ മീഡിയ? സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നാണയത്തിന് ഇരുവശം ഉണ്ടെന്ന് പറയുന്ന പോലെ അതിനൊരു ഗുഡ് ഇമ്പാക്റ്റും ഉണ്ട്, ബാഡ് ഇമ്പാക്റ്റും ഉണ്ട്. നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു നല്ല യന്ത്രം തന്നെയാണ് സോഷ്യൽ മീഡിയ. പലർക്കും അത് അറിയാവുന്നതാണ്. പലരും അതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ നേടിയിട്ടുമുണ്ട്. മറിച്ച് അതിനൊരു ബാഡ് ഇമ്പാക്ട് നോക്കുകയാണെങ്കിൽ അതിലൂടെ നമ്മുടെ ആത്മവിശ്വാസം ചിലപ്പോൾ കുറഞ്ഞേക്കാം. കാര്യം നമ്മൾ എന്തെങ്കിലും നമ്മുടെ നല്ലത് നമ്മൾ അതിലൂടെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വിമർശിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, അതിനെ കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ടാവും. അത് നമ്മുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്നുണ്ടാവും. അങ്ങനെ പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഒരു ബാഡ് ഇമ്പാക്ട് പകുതിയോളം ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ അത് വളരെ നല്ലതുമാണ്. കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാം ഞാൻ അവസാന ഭാഗമാണ് കണ്ടിരുന്നത്. ഈ വർഷത്തെ പ്രോഗ്രാം CCTV വഴി കുറച്ചൊക്കെ കണ്ടു. മിസ് പറഞ്ഞു 32 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കുട്ടികളുടെയും അധ്യാപകരുടെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമുക്ക് ഇത്തരം മികച്ച സ്പോൺസേഴ്സിനെ കിട്ടിയിരുന്നു. അവരുടെ സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ പ്രോഗ്രാം നടത്താൻ നമ്മളെ സഹായിച്ചത്. Second runner-up is test number 8. നമ്മുടെ ഫസ്റ്റ് റണ്ണർ
വിളിക്കട്ടെ വിളിക്കട്ടെ സെറ്റ് നമ്പർ 9. ഗൈസ്, ആമിയാണ് ഇന്ന് നമ്മുടെ വ്ലോഗ് എല്ലാം എടുക്കാൻ സഹായിച്ചത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ കോളേജ് ജംഗ്ഷനിലെ ഷൈസ് എന്ന് പറയുന്ന ഫാൻസി സ്റ്റോറിന്റെ ആണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. സാന്ദ്രി, നമ്മൾ എന്തോടി കഴിക്കാൻ പോണേ? ചിക്കൻ നൂഡിൽസ്. അപ്പൊ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.